അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ അതിമഹത്തായ പരിശുദ്ധ ലൈലത്തുൽ ഖദറിന് ശേഷം അതിമഹത്തായ ഒരു രാവാണ് പരിശുദ്ധ ബറാഹത്തിന്റെ രാവ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചതാണ്, ബറാഹത്ത് രാത്രി ഒരാൾ ബഹുമാനിച്ച് ഇബാദത്തെടുത്താൽ അദ്ദേഹത്തിന് വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം നിർബന്ധമായി തീരും. അത്രയും മഹത്വമേറിയ ഒരു രാവാണ് നമുക്ക് കടന്നു വരുന്നത്. പരിശുദ്ധ സൂറത്തു ദുഖാനിൽ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞതിന്റെ തഫ്സീറായി മഹാന്മാർ മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്, ആ ബറക്കത്താകപ്പെട്ട രാവ് ഉദ്ദേശിച്ചത് അത് ബറാഹത്തിന്റെ രാത്രിയാണ്. ഒരുപാട് മഹത്വമുള്ള ഒരു രാത്രിയാണ്. ദീർഘിപ്പിക്കാതെ ചുരുക്കി ഈ രാത്രിയുടെ മഹത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തീർക്കാം. ഈ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നരകാവകാശികളെ സ്വർഗത്തിലേക്ക് മോചിപ്പിക്കുന്ന ഒരു രാത്രിയാണ് ഈ മഹത്തായ രാത്രി. അതേപോലെ തന്നെ ഈ രാത്രിയിൽ അല്ലാഹു തആല പറയാണ്, അള്ളാഹുവിനോട് ആരാണ് പൊറുക്കലിനെ തേടുന്നത് അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാൻ റെഡിയാണ്. റിസ്ക്കിൽ വിശാലത ചോദിക്കാൻ ആരാണുള്ളത്? റിസ്ക് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളതൊക്കെ റിസ്ക്കിൽ വരും. സമ്പത്തായാലും വീടായാലും മക്കളായാലും എല്ലാം അള്ളാഹുവിനോട് ആരാണ് ചോദിക്കുന്നത്? നല്ല ഹൃദയത്തോടുകൂടെ അവനക്കത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അതേപോലെ തന്നെ ആരാണ് വിഷമത്തിൽ, ടെൻഷനിൽ, ബുദ്ധിമുട്ടിൽ, ബേജാറിൽ, ദുഃഖത്തിലുള്ളത്, അവർ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ ആരാണ് എന്നോട് ചോദിക്കുന്നത്? അവർക്ക് ഞാൻ എല്ലാ രൂപത്തിലുമുള്ള മോചനം കൊടുത്തിരിക്കും. അതേപോലെ തന്നെ ഈ രാത്രിയുടെ മഹത്വം 400 വർഷം ഇബാദത്തെടുത്ത പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പോയത്, അള്ളാഹുവേ, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അത്രയും മഹത്വമുള്ള ഈ രാത്രിയുടെ മഹത്വം അറിഞ്ഞിട്ടാണ് മഹാനവറുകൾ അള്ളാഹുവിനോട് അങ്ങനെ പറയാൻ കാരണം. അത്രയും അത്ഭുത രാത്രിയാണ് നമുക്ക് കടന്നു വരുന്നത്. അതേപോലെ തന്നെ ഇനി ഒരു വർഷത്തേക്കുള്ള എല്ലാ തീരുമാനങ്ങളും ഒരാൾ എന്തൊക്കെ ചെയ്യും, ആരൊക്കെ ഇവിടെ മരിക്കും, ആരൊക്കെ ജീവിക്കും, എന്തൊക്കെ ചെയ്യും, എന്തെല്ലാം നടക്കും, എല്ലാം തീരുമാനിക്കുന്ന ഒരു രാത്രിയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇബാദത്തുകളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു രാത്രിയും കൂടെയാണ് ഈ മഹത്തായ രാത്രി. അതേപോലെ തന്നെ ഖബറാളികൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ ഓരോ ഖബറാളികൾ അവരുടെ വീട്ടിലേക്ക് അവരുടെ റൂഹുകൾ പോയി അവർ ചോദിക്കും, അവർ പറയും, എനിക്ക് നിങ്ങൾ റഹ്മത്ത് ചെയ്യണം, എനിക്ക് നിങ്ങൾ റഹ്മത്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു രാത്രിയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി നമുക്ക് ചുരുങ്ങിയതൊരു യാസീനെങ്കിലും ഓതി അവർക്ക് ഹദിയ ചെയ്യാൻ കഴിയണം. അത്രയും മഹത്വമേറിയ ഒരു രാത്രിയാണ്. അതേപോലെ തന്നെ ഈ രാത്രിയിൽ ധാരാളം നാം ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കാരം അത് ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ ശ്രമിക്കണം. സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നല്ല അതിന്റെ മുറ പോലെ തന്നെ നിർവഹിക്കാൻ ശ്രമിക്കണം. ഇനി എൻ്റെ ജീവിതത്തിൽ ഒറ്റ നിസ്കാരം പോലും കളാക്കാതെ, നഷ്ടപ്പെടുത്താതെ, വക്തിനെ തൊട്ട് അത് പിന്തിപ്പിക്കാതെ ഇനി നിസ്കരിക്കില്ല. കൃത്യമായി നിസ്കരിക്കും, അതായ സമയത്ത് നിസ്കരിക്കും. നല്ല നിയത്തോടെ തന്നെ നിസ്കാരം ഇന്ന് തന്നെ ആരംഭിക്കുക, നല്ല രൂപത്തിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ നാളെ ദിവസം നോമ്പ് സുന്നത്തുള്ളൊരു ദിവസവും കൂടിയാണ്. ബറാഹത്തിന്റെ സുന്നത്തായ നോമ്പും നിയത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബറാഹത്തിന്റെ സുന്നത്തായ നോമ്പും. അതേപോലെ തന്നെ അയ്യാമുൽ ബീദ് എല്ലാ മാസത്തിലും 13, 14, 15. അപ്പോൾ നാളെ നമുക്ക് 15-ാം ദിവസമാണ്. അപ്പൊ ആ സുന്നത്തായ നോമ്പും, അതായത് അയ്യാമുൽ ബീദിന്റെ സുന്നത്തായ നോമ്പും, അതേപോലെ തന്നെ പരിശുദ്ധ റമദാനിൽ ഖളായി പോയ ഫർളായ നോമ്പും മനസ്സിൽ കരുതി നോമ്പ് അനുഷ്ഠിക്കുക. അതേപോലെ തന്നെ ഈ രാത്രിയിൽ ചെയ്യേണ്ട ഇബാദത്തുകളെ കുറിച്ച് ചുരുക്കി പറയാം. ഈ രാത്രിയിൽ പ്രധാനമായും ഉള്ളത് 3 യാസീൻ സൂറത്ത് ഓതണം. അതിൽ ആദ്യത്തെ യാസീൻ തന്റെയും തന്റെ കുടുംബത്തിന്റെയും തന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും ആയുസ്സിൽ ദീർഘായുസ്സിനു വേണ്ടി, ആഫിയത്തിന് വേണ്ടി, ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്സിന് വേണ്ടി
ഒരു ആദ്യത്തെ ഒരു യാസീന് പാരായണം ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത് ഭക്ഷണത്തിലും വെള്ളത്തിലും ബറക്കത്തിനും വിശാലതയ്ക്കു വേണ്ടി രണ്ടാമത്തെ യാസീൻ സൂറത്ത് ഓത. തനിക്കും തന്റെ കുടുംബത്തിനും തന്നെ സ്നേഹിക്കുന്ന ഓരോ മുഅ്മിനാത്തുകളെ കരുതി നിങ്ങൾ ഓത. ഭക്ഷണത്തിലും വെള്ളത്തിലും എന്താവണം? ബറക്കത്ത് കിട്ടണം, വിശാലത ലഭിക്കണം. അതേപോലെ തന്നെ മൂന്നാമത്തെ യാസീൻ ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം ലഭിക്കണം എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനാത്തുകൾക്കും വേണ്ടി നല്ല നിയത്താക്കി മൂന്നാമത്തെ യാസീൻ സൂറത്ത് ഓതാ. അതിന് ശേഷം സൂറത്തു ദുഖാൻ പാരായണം ചെയ്യുക. ഒറ്റ തവണ സൂറത്ത് ദുഖാൻ പാരായണം ചെയ്യുക. സൂറത്ത് ദുഖാൻ സാധാരണ ദിവസങ്ങളിൽ പുത്തായതങ്ങൾ അവിടെ പഠിപ്പിച്ചത് പാരായണം ചെയ്താൽ 10,000 മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുമത്രേ. ഇത്രയും മഹത്വമുള്ളൊരു സൂറത്താണ് സൂറത്ത് ദുഖാൻ. അതേപോലെ തന്നെ രാത്രിയിൽ ചൊല്ലേണ്ട ദിക്റുകൾ എന്തൊക്കെയാണ്? ആദ്യമായി 70 തവണ ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ താഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ 70 തവണ സാധിക്കുന്ന ആളുകൾ ചൊല്ലാം. അതിനുശേഷം 100 തവണ ഇതെല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ ദിക്ർ 100 തവണ ചൊല്ലാം. അതിനുശേഷം മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ വെച്ച് ചൊല്ലിയ മുത്തായത്തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ച ഈ ദിക്ർ എന്ത് ഉദ്ദേശം കരുതി ചൊല്ലിയാൽ ആ ഉദ്ദേശം നടന്നു കിട്ടും. ഈ ദിക്ർ 100 തവണ ചൊല്ലാം. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ 100 തവണ ചൊല്ലാം. അതിന് ശേഷം എല്ലാവരും ഈ ദിക്ർ ചൊല്ലാൻ സാധിക്കാത്ത ആളായാലും ഇനി ഈ ദിക്ർക്ക് ചൊല്ലുന്ന ആളായാലും ഇതിന് ശേഷം നിങ്ങൾക്ക് എത്ര സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നുവോ അത്രയും സ്വലാത്ത് ചൊല്ലാം. സ്വലാത്ത് അത് ഏത് രൂപത്തിൽ ചൊല്ലിയാലും അതിനിക്കുള്ള ഉത്തരം ഉറപ്പാണ്. നമ്മുടെ ഓരോ സ്വലാത്ത് നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് ചാടുമ്പോൾ അതിന്റെ പ്രതിഫലം അവിടെ ലഭിച്ചു കഴിഞ്ഞു. ഒറ്റ സ്വലാത്തിന് 10 പാവങ്ങൾ പുറത്തു കിട്ടും. അതേപോലെ തന്നെ 10 ഹസനത്ത് രേഖപ്പെടുത്തും. അതേപോലെ തന്നെ 10 ദറജകൾ നമുക്ക് ആത്മീയ പഠിക്കയറ്റം ലഭിക്കും. അത് ഒറ്റ സ്വലാത്ത്. അപ്പൊ സ്വലാത്തിന്റെ മഹത്വം കൂടുമ്പോൾ വ്യത്യസ്ത സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തിന്റെ മഹത്വങ്ങൾ കൂടുമ്പോൾ പ്രതിഫലയും പിന്നെയും കൂടിയിരിക്കും. അല്ലാഹു തആല നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാരാകട്ടെ. അതുകൊണ്ട് ധാരാളമായി സ്വലാത്തിന്റെ മാസവും കൂടിയാണ്. സ്വലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം ഇറക്കിയ ഒരു ആയത്ത് ഈ മാസത്തിൽ തന്നെയാണ്. അതുകൊണ്ട് സ്വലാത്ത് ധാരാളമായി ചൊല്ലാം. ഒരിക്കലും അല്ലാഹു തആല നമ്മളെ കൈവിടില്ല. സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ മുത്തായതങ്ങൾ ഒരിക്കലും ഒരിടത്തും കൈവിടില്ല. ഖബറിലായാലും മരിക്കുന്ന ഘട്ടത്തിലായാലും നാളെ മഅ്ശറയിലായാലും എല്ലായിടത്തും തങ്ങൾ നമ്മളെ കൈപിടിച്ചിരിക്കും. സ്വലാത്ത് ചൊല്ലുന്ന ഓരോരുത്തരെയും അതുകൊണ്ട് എല്ലാവരും ധാരാളം കൊണ്ട് രാത്രിയിൽ സ്വലാത്ത് ചൊല്ലാം. അല്ലാഹു തആല നമുക്ക് അനുഗ്രഹിക്കുമാരാകട്ടെ, തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറും സന്തോഷവും ബറക്കത്തും ഇസ്സത്തും റാഹത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.